നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വീണ ജോർജിന്റെ സീറ്റായ ആറന്മുളയിൽ അടുത്ത തവണ 2026 തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കില്ല എന്ന് CPM വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം 2 തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇനി സീറ്റ് ഉണ്ടാകില്ല. ഒരുപക്ഷെ പിണറായി വിജയനെ മാത്രമായിരിക്കും അതിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുക. അപ്പോൾ വീണ ജോർജിന് ശേഷം അല്ലെങ്കിൽ വീണ ജോർജിന് പകരമായി ആരായിരിക്കും ആറന്മുളയിൽ മത്സരിക്കുക എന്ന ചോദ്യം CPM-ൽ ഉയർന്നിരുന്നു. 2016 വീണ ജോർജിനെ ഇടതു സ്വതന്ത്രയായിട്ടാണ് അവിടെ മത്സരിപ്പിച്ചത്. അങ്ങനെയാണ് അവർ ജയിച്ചു കയറിയത്. പിന്നീട് അവർ CPM-ൽ അംഗത്വമെടുക്കുകയായിരുന്നു. ആദ്യം ഏരിയ കമ്മിറ്റി അംഗമായി, പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായി. ഇപ്പോൾ അവർ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഫലത്തിൽ. എന്നാൽ അടുത്ത തവണ വീണ ജോർജിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും മറ്റൊന്നും കൊണ്ടല്ല, 2 തവണ തുടർച്ചയായി മത്സരിച്ച് ജയിച്ചവർക്ക് അടുത്ത തവണ സീറ്റില്ല. പിണറായി വിജയൻ മാത്രമായിരിക്കും അതിന് ഒരു അപവാദം. അതുകൊണ്ട് വീണ ജോർജിന് ആറന്മുളയിൽ അടുത്ത തവണ സീറ്റില്ല. വീണയ്ക്ക് പകരം ആരായിരിക്കും CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ള ചോദ്യം CPM കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. അങ്ങനെയാണ് CPM സഹയാത്രികനായ എഴുത്തുകാരൻ ബെന്യാമിൻ രംഗത്ത് വരുന്നത്. ബെന്യാമിനെ വീണ ജോർജിന് പകരം ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് CPM തത്വത്തിൽ തീരുമാനിച്ചു. വീണ ജോർജിന്റെ അതേ സമുദായക്കാരൻ തന്നെയാണ് ബെന്യാമിനും, എന്ന് വെച്ചാൽ ക്രൈസ്തവ ഓർത്തഡോക്സ് സമുദായക്കാരൻ. ബെന്യാമിന് ഒരു പുതിയ മുഖമെന്ന നിലയിൽ ആറന്മുളയിൽ കളം പിടിക്കാൻ കഴിയുമെന്നാണ് CPM നേതൃത്വം കരുതിയത്. CPM സംസ്ഥാന നേതൃത്വം ബെന്യാമിന്റെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. ആടുജീവിതം പോലെ വലിയ മഹത്തായ നോവലുകൾ എഴുതിയ ബെന്യാമിന് ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം ഉണ്ടാകുമെന്നും കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരൻ, ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്, ഏറ്റവും അധികം വായിക്കുന്ന പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിൽ ബെന്യാമിന് ഒരു വലിയ സ്വാധീനമുണ്ടെന്ന് CPM-ന് നന്നായി അറിയാം. മാത്രമല്ല പരസ്യമായ CPM സഹയാത്രികൻ കൂടിയാണ് ബെന്യാമിൻ. പലപ്പോഴും CPM സ്വരാജിനടക്കമുള്ള നേതാക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം വരെ നടത്തിയ ആളാണ് ബെന്യാമിൻ, അതല്ലെങ്കിൽ KR മീരയൊക്കെ. അങ്ങനെ CPM സഹയാത്രികരായ CPM-നൊപ്പം എക്കാലവും നിൽക്കുന്ന ബെന്യാമിനെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് CPM നേതൃത്വം തത്വത്തിൽ തീരുമാനിച്ചു. പക്ഷെ ഇപ്പോൾ അതിനെതിരെ കടുത്ത എതിർപ്പ് ഉയർന്നിരിക്കുകയാണ്. ഇനി ആറന്മുളയിൽ CPM സ്വതന്ത്രയോ അല്ലെങ്കിൽ ബെന്യാമിനെ പോലൊരാളെയോ കെട്ടിയിറക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുന്നത്. വീണ ജോർജിനെ കെട്ടിയിറക്കിയതിന്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചു. ഇപ്പോൾ പത്തനംതിട്ടയിലെ പാർട്ടി തന്നെ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇനി ബെന്യാമിനെ പോലൊരാളെ കൂടെ കെട്ടിയിറക്കിയാൽ പത്തനംതിട്ടയിൽ പാർട്ടി ഉണ്ടാകില്ല എന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കത്ത് ഉണ്ടെന്നൊക്കെ ഉള്ളത് ഒരിക്കലും ആരും പുറത്തുവിട്ടിട്ടില്ല. അത് സ്ഥിരീകരിക്കാനാകത്താണ്. എങ്കിൽ തന്നെയും അത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിൽ വച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബെന്യാമിനെ പോലൊരാളെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ CPM അവിടെ 8 നിലയിൽ പൊട്ടും. അതിന് പകരം അരുവാചിറ്റ നക്ഷത്രത്തിൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സഖാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ഒരുപക്ഷെ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാനെങ്കിലും കഴിയുമെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് നേതാവായ പഴകുളം മധു, KPC ജനറൽ സെക്രട്ടറി പഴകുളം മധു ആയിരിക്കും ആറന്മുളയിൽ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ സൂചന നമുക്ക് നൽകുന്നത്. പഴകുളം മധു വളരെ ജനകീയനായ നേതാവാണ്. പത്തനംതിട്ടയിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അദ്ദേഹത്തെ വലിയ കാര്യവുമാണ്. ദീർഘകാലത്തെ അനുഭവ പാരമ്പര്യമുള്ള KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ വളർന്നു വന്ന പഴകുളം മധുവിനെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കി ആ സീറ്റ് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പഴകുളം മധുവാണ് അവിടെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് എന്ന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസിന്റെ അണികളും നേതാക്കളും ഒരേ ശബ്ദത്തിൽ പറയുകയാണ്. മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ പോലും വലിയ താല്പര്യമെടുത്ത് ഇടപെട്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നയാളാണ് പഴകുളം മധു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും ജനങ്ങൾക്കിടയിലും വളരെ പോപ്പുലാരിറ്റി ഉള്ള നേതാവാണ്. അതുകൊണ്ട് പഴകുളം മധുവാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ബെന്യാമിനെ പോലെ ഒരു ഞാനുള്ള പിടിച്ചു നിർത്തിയിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് ബെന്യാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൊള്ളാവുന്ന ഒരു CPM-കാരനെ, തോൽക്കാൻ വേണ്ടിയാണെങ്കിലും കൊള്ളാവുന്ന CPM-കാരനെ ആറന്മുളയിൽ നിർത്തണമെന്നാണ് ഇപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുന്നത്. കാരണം ആറന്മുളയിൽ ഇനി ഒരു CPM സ്ഥാനാർത്ഥി ജയിച്ചു കയറുക അത്ര എളുപ്പമല്ല. കാരണം വീണ ജോർജിനെതിരെ അത്രയേറെ രോഷവും പ്രതിഷേധവും ജനങ്ങൾക്കിടയിലും CPM അണികൾക്കിടയിലുമുണ്ട്. അതുകൊണ്ട് തോൽക്കാനായിട്ടാണെങ്കിലും നല്ലൊരു നേതാവിനെ CPM അവിടെ പിടിച്ചു നിർത്തണമെന്നാണ് CPM ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്.